ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പൊതിച്ചോറ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഗർഭിണിയുടെ കൊതി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരാഗ്രഹമാണ് ഈ പൊതിച്ചോറ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുന്ന കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഇടിച്ചക്ക ഉപ്പേരിയാണ്. ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഉപ്പേരിയും തോരനും മെഴുക്കുപുരട്ടിയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളകൊന്ന് ചതച്ചിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് വേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇടിച്ച ചക്ക ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് അതൊന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തനിയെ ഉപ്പേരി വെച്ച് കഴിച്ചാലും ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മൺപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൺപയറും മുതിരയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൺപയർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ഇന്നത് വേവിച്ചെടുത്തു. മൺപയർ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് ചില സമയത്ത് ഓരോ മൺപയറിൻ്റെ ഒരു ഇതായിരിക്കാം, ചിലപ്പോൾ അത് വെന്ത് കിട്ടാറില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മൺപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൺപയറാണെങ്കിലും മുതിര, കടല, ചെറുപയർ അതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം വേവിച്ചെടുക്കാറ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ പയറും നമ്മൾ വേവിച്ച് വെച്ച മൺപയർ ഇതിൻ്റെ കൂടെ ഇട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചക്കയും കുറച്ച് പയറുമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് കഴിക്കാനുള്ളത് കൂടെ എടുത്ത് മാറ്റി വെച്ചാലും കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അത് പിന്നൊരു ദിവസം എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ആവശ്യത്തിനുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു ബോക്സിൽ അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചക്ക നാശമാവത്തൊന്നുമില്ല. ഇടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാശമാവൊന്നുമില്ല. അപ്പോൾ പിന്നീട് ഉപ്പ് കൂടെ ഒന്ന് പാകത്തിന് നോക്കുക. നമ്മൾ ചക്ക വേവിക്കുമ്പോഴും പയർ വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് രണ്ടും ഒന്ന് വെന്തതാണ്. അപ്പോൾ എന്നാലും ശരി, ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ഇങ്ങനെ കുഴഞ്ഞു പോവാതെ ഇങ്ങനെ രണ്ടും പയറും ചക്കൊക്കെ നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഇങ്ങനെ കുഴഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് അടുത്ത വിഭവം ഉണ്ടാക്കാം കേട്ടോ. അടുത്തത് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പൊതിച്ചോറിൽ ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറില്ലേ. അപ്പം ഞാൻ അതിലേക്ക് വറ്റൽമുളക് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ വറ്റൽമുളകൊക്കെ കനലിൽ ചുട്ടെടുത്ത് ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ കനലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ. തേങ്ങ, വറ്റൽമുളകും പിന്നെ അതിൽ കുറച്ച് ചെറിയുള്ളിയും ഒരു ഇച്ചിരി പുളിയും കൂടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഞണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞണ്ട് കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് സവാളയും തക്കാളിയും ഒന്ന് ആദ്യം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ സവാളയും തക്കാളിയും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനത്തിനോടൊരു പ്രത്യേക കൊതി തോന്നുമല്ലോ. ഞാൻ ഈ സീരിയലിലും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ പച്ചമാങ്ങ കഴിക്കുക, മസാല ദോശ കഴിക്കുക, അങ്ങനെയുള്ള ഓരോരോ രംഗങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുള്ളത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആവുമല്ലോ. നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു ജീവൻ വളരുക എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇനി എനിക്ക് മസാല ദോശയും പച്ചമാങ്ങൊക്കെ കഴിക്കാൻ തോന്നും. എവിടെ, എനിക്കതൊന്നും തോന്നണില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്താ എനിക്ക് അങ്ങനെ തോന്നാത്തത്. പിന്നെ അതുപോലെ എനിക്കാണെങ്കിൽ പ്രഗ്നൻസിയിൽ അങ്ങനെ ഛർദി കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, അയ്യോ ഞാൻ എന്താ ഛർദ്ദിക്കാത്തത്, ഈ പ്രഗ്നൻ്റ് ആയവരൊക്കെ ഛർദ്ദിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ഛർദ്ദിക്കാത്തത്. നമുക്ക് ഭയങ്കര ഓരോന്നിനോട് ചോദ്യം, ഒരു അത്ഭുതമാണല്ലോ ഫസ്റ്റത്തെ പ്രഗ്നൻസി, നമ്മൾ ഫസ്റ്റ് ഫീലിങ്സ് അല്ലേ. അപ്പോൾ എനിക്ക് ഒക്കെ ഒരു സംശയങ്ങളായിരുന്നു, എനിക്ക് എന്താ അങ്ങനെ തോന്നാത്തത് എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ണുണ്ടല്ലോ, മണ്ണ്. ഈ പുതുമഴ പെയ്യുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മണ്ണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവസാനം അത് വഴക്കൊക്കെ കേട്ടിട്ട് അതങ്ങ് നിർത്തി വെച്ചു. പിന്നെ ഇഷ്ടമുള്ള കാര്യം നല്ല നെയ്യുള്ള മത്തി ഉണ്ടല്ലോ, ചാള, അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാവരും പറയും പ്രഗ്നൻ്റ് ആയവർ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് മത്തി. ഇവൾക്കാണെങ്കിലും മത്തിയാണല്ലോ ഇഷ്ടം എന്ന് പറയും. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സവാള വഴറ്റി കഴിഞ്ഞു. സവാളയിലേക്ക് നമ്മൾ പിന്നെ
നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുത്തു. അതുകൂടെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, അതൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞണ്ട് ഞാൻ മുൻപ് തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പിടുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക, ഉപ്പ് കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അത് പപ്പടം വറുത്തെടുക്കാനാട്ടോ. അപ്പോൾ പപ്പടം ഞാൻ പൊതിച്ചോറിൽ വെക്കാൻ പറ്റില്ലല്ലോ, അത് തണുത്തു പോയില്ല. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് പപ്പടം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പപ്പടം എന്ത് പണി ചെയ്തു, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ, പൊടിഞ്ഞു പോവില്ലല്ലോ, അങ്ങനെ പൊടിച്ച് ഇടും വേണ്ട. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ പപ്പടം ഞാൻ വറുത്തെടുത്തത്. പിന്നെ നമ്മുടെ ഞണ്ട് അപ്പുറത്ത് തന്നെ ഇരുന്ന് ആവുന്നുണ്ട്. അത് ഞണ്ട് വേവിച്ചെടുത്ത കാരണം വലിയ കുഴപ്പമില്ല, പക്ഷേ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഫ്രൈ ആക്കി ഒന്നങ്ങോട്ട് കുഴഞ്ഞ് വരട്ടെ, മസാലയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചൊരു സിമ്മിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് അവിടെ. നമ്മുടെ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കണം. പപ്പടം കാച്ചി കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ വറുക്കുക ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ ഞാൻ മീൻ വറുത്തെടുക്കാറില്ല. ആ വെളിച്ചെണ്ണ മാറ്റി അല്ലെങ്കിൽ കളയുക എന്താണ് ചെയ്യാറ്. അതിൽ ഞാനങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. കാരണം പപ്പടം വറുത്തുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ പപ്പടത്തിൻ്റെ ഉപ്പും കാരമൊക്കെ ഉണ്ടായിരിക്കും. അത് പിന്നെ മീൻ വറുത്തുണ്ടെങ്കിൽ അതിലും കൂടെ പിടിച്ചിട്ട് മീൻ വറുത്തത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പപ്പടം വറുത്ത് കഴിഞ്ഞ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇനി മീൻ വറുക്കൽ കൂടെ കഴിഞ്ഞു. ഇനി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കണം. പൊതിച്ചോറിൽ ഒരു ഓംപ്ലേറ്റ് നിർബന്ധമാണല്ലോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. കൂടുതൽ തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തില്ല കേട്ടോ. സവാളയും പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഉണ്ടാക്കിയിരുന്ന മുളക് വറുത്തിട്ടുണ്ടായിരുന്നു, അതാണ് എക്സ്ട്രാ വേറൊന്നുള്ളത്. അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ളത് ചക്ക ഉപ്പേരി, ഓംപ്ലേറ്റ്, ചമ്മന്തി, മുളക് വറുത്തത്, അച്ചാർ, ക്രാബ് ഫ്രൈ, പപ്പടം, അയില വറുത്തത്, പിന്നെ കുറച്ച് മോര് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പൊതിച്ചോറിലുള്ളത്. ഇനി നമുക്ക് ഇലയിലേക്ക് ഓരോ വിഭവങ്ങളും നമുക്ക് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇലയൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചോറ് വിളമ്പി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. നല്ല രസമാണല്ലേ ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ. പിന്നെ വെച്ച് കൊടുത്തത് മുളക് വറുത്തതാണ് വെച്ച് കൊടുത്തത് കേട്ടോ. മുളക് വറുത്തത് വെച്ചു. പിന്നെ മീൻ വറുത്തത്, അയില വറുത്തത് വെച്ച് കൊടുത്തു. അയില വറുത്തത് കഴിഞ്ഞതിന് ശേഷം ഓംപ്ലേറ്റ് ഒരു സൈഡിൽ വെച്ചു. ഓംപ്ലേറ്റ് ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അച്ചാറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അച്ചാറ് വിളമ്പിയതിന് ശേഷം നമ്മൾ ചമ്മന്തി ഉരുള ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉരുള ചമ്മന്തി വെച്ചു. പിന്നെ ക്രാബ് ഫ്രൈയും നമ്മൾ നടുകിലായിട്ട് ക്രാബ് ഫ്രൈയും വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഇനി പപ്പടവും മോരും ഞാൻ വേറൊരു പാത്രത്തിലാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലാണ് മോരും പപ്പടവും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടെ ഇതിനൊപ്പം വെച്ച് കൊടുക്കാം. ഇനി ഈ പൊതിച്ചോറ് കൊണ്ടുപോകാനുള്ള ആൾ ഇപ്പോൾ എത്തും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഒരു പൊതിച്ചോറ്, ഞാൻ ഇത്രയും വിഭവങ്ങളായിട്ടൊരു പൊതിച്ചോറ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് വാങ്ങാനുള്ള ആളെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പൊതിച്ചോറിൻ്റെ യഥാർത്ഥ അവകാശി ഇവളല്ല കേട്ടോ, ഇവളുടെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മളൊക്കെ അമ്മമാരായതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മുടെ കുട്ടിക്കും കൂടി ഉള്ളതല്ലേ. അപ്പോൾ അവളുടെ വയറിൽ വളരുന്ന ആ ഒരു കുഞ്ഞു വാവ ആണാണോ പെണ്ണാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാനുണ്ടാക്കി ഇന്നത്തെ ഈ ഒരു പൊതിച്ചോറിൻ്റെ ഒരു പങ്ക് ആ കുഞ്ഞിന് കിട്ടുമല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ ഒരു സന്തോഷത്തിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. കാരണം അവൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിലുള്ള ആ കുരുന്നിന് ഇതിൻ്റെ ഒരു ഭാഗം കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊതിച്ചോറിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.